എന്ത് പറ്റി മുഖത്തൊരു വൈറ്റ് ക്ലബ്? ക്രിസ്റ്റിയെ കണ്ടിരുന്നോ? ഇല്ല, വിളിച്ചിരുന്നു. എടാ നിനക്ക് അവളുമായിട്ടുള്ള റിലേഷൻ അവസാനിപ്പിക്കാനല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ നടക്കുമെന്ന്? ആരാ? ക്രിസ്റ്റി. ഏത്? എന്തിന് വെറുതെ മൂട് കളയാണ്? ആ, നീ ഇത് മതി അടുത്ത വഴക്ക്. ഇതൊന്നും ശരിയാവോ? അറിഞ്ഞൂടാ, നോക്കാം. ഇതിപ്പോ കൊറേ നാളായില്ലേ. ചേച്ചി വെറുതെ നെഗറ്റീവ് അടിക്കണ്ടേ? അവളാണോ? അല്ല, പിന്നെ തെറ്റേട്ടനെ. പെർഫോമൻസിന് എന്തെങ്കിലും സ്വന്തമായിട്ട് സാധനം സെറ്റ് ചെയ്തോണ്ട് പറഞ്ഞേ. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്യാം. ഒരു ലോഡ് സാധനം എൻ്റെ കയ്യിലുണ്ട്. കുറെ നാളായില്ലേ പരിപാടി തുടങ്ങിയിട്ട്. നിനക്ക് ഇവളെ കാണാൻ സമയമുണ്ടല്ലേ? എന്റെ പൊന്നു ക്രിസ്റ്റി, ഇത് റോഡാണ്. ഞാൻ അവനോടാ സംസാരിക്കുന്നേ. എടാ ഞാൻ പോകുന്നേ. ഓ, എന്നാ വാലി തൂങ്ങി പൊക്കോ. എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. നീ എന്നെ ആദ്യം കാണണ്ട്. അത് അല്പത്തിൽ സ്നേഹത്തോടെ പറയണം, പെരുമാറണം. അപ്പൊ അവള് സ്നേഹത്തോടെ കിടന്നു തന്ന അയാള് തന്നെയാണ് ഈ ക്യാരക്ടർ തന്നെ വിളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ അതേ അയാൾ തന്നെ പറയാ പോലീസ് സമേതം ബന്ധം കൊടുക്കുന്നു. എനിക്കിത് ഒത്തിരിയൊന്നുമല്ല. അത് കേൾക്കുമ്പോൾ ഒരു സെക്കൻഡ് വിഷമം തോന്നുന്നതിനും ഇപ്പൊ അതൊക്കെ ശീലമായി. ഇത് ഇങ്ങനെയൊക്കെ അല്ലേ, അതൊക്കെ അറിയാവുന്നല്ലേ. നമുക്കേ ഇന്നത് അവസാനിപ്പിക്കാം. നിന്നെ താങ്ങിനെ വിടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരു ഫീലിങ്സ് ഇല്ലാത്ത നിന്നോടൊപ്പം റിലേഷൻ ഒന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ നാളെ 10 മണിക്ക് മുന്നേ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച മുഴുവൻ കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. ഇല്ലേടാ. ഇത് നാടകമായ സിനിമയുടെ കണ്ടു വന്നേനെ. നീ എടുത്തോ മന്ദാകിനി. ആ ഹാളിയ ഒരു മിനിറ്റ്, നീ മേളിൽ ഞാനിപ്പോൾ വരാം. കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആണെന്ന് ഉറപ്പാണോ? എന്തേ? അങ്ങനെയാണെങ്കിൽ നിന്റെ നല്ല കാലം തുടങ്ങി നടത്താം. പൗർണമി നിന്നെ കാണാറുണ്ടോ? ഉണ്ടെന്തേ? ഹേ, അവിടെ അടുത്ത് ഇത് പറഞ്ഞോ? ഇല്ല, ഇന്ന് നേരിട്ടാണ്. അപ്പൊ പറയാം. വിഷമമുണ്ടോ? എന്ത് നേരത്തെ പോയല്ലോ എന്നുള്ള നന്ദി പറച്ചില്ല. അവക്ക് വിഷമം ഉണ്ടാവാൻ സാധ്യത ഒരിക്കലും ഇല്ല. അവളിപ്പോ നാളെ കിട്ടാനുള്ള കാശിന്റെ കണക്കൂട്ടലാവും. അച്ഛന് ക്യാഷ് ആണോ? അവന്റെ കയ്യിലുള്ളത് തന്നു, ബാക്കി നോക്കണം. നാളെ എന്താണെന്ന് ഒരു പിടിയില്ല. ഇതെന്താ? എന്റെ കുറച്ച് ഓർമ്മ. വാവ്, സിനിമയായിരുന്നു നല്ല ബെസ്റ്റ് ക്ലീഷയ്ക്കുള്ള സീനാണ്. പക്ഷെ വേണ്ട മോളെ, ഇനി ബാധ്യത വരുത്തി വയ്ക്കാൻ വയ്യ. അതെന്തായാലും നീ പേടിക്കണ്ട. ഇതെന്തായാലും ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പോകുന്നില്ല. പിന്നെ ഇത് വെറും ക്ലീഷ സീൻ മാത്രല്ല, നല്ല റൊമാൻസ് തുടങ്ങാനും പറ്റിയ സീനാണ്.